ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവ. ശീഘ്രം മാവ് എഴുതി ഇന്ന് ചട്നി അരക്കലേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. மணி 6 ஆச்சு. இன்னும் ஒன்னும் ரெடி ஆகலை. சீக்கிரம் ஆவுட்டண்டி சாவித்திரி. ஆமா, காயத்ரி எங்க? அவ இன்னும் குளிக்கலையா? அக்காதான் முதல்ல குளிச்சா. அப்பா என்ன பொண்ணு இது? இதோ பாரு, நீ இந்த வடைய பாரு, நான் இதோ வரேன். காயத்ரி, காயத்ரி, உள்ள எவ்வளவு வேலை கிடக்கு. இன்னும் கண்ணாடி முன்னாலேயே நின்று இருக்கியே. கடைக்கு போனா சுப்பு திட்டுவா. வா வா, வந்து வேலையை பாரு. ஐயோ மாமி, இன்னைக்கு எனக்கு ஸ்பெஷல் கிளாஸ் உண்டு. இதோ பாரு, ஸ்பெஷல் கிளாஸ் ஆகுது மண்ணாங்கட்டியாவது. கடைக்கு பலகாரம் எடுத்துட்டு போகணும். அதுக்கப்புறம் போனா போதும். ஸ்பெஷல் கிளாஸும் அதுவும் இதுவும். வா, பார்த்தாலும் ஒரு ஸ்பெஷல் கிளாஸ் இருக்கு. എന്താടാ ഇത്ര വൈകിയത്? വൈകിയതല്ല സമയം, വൈകിയത്. നീ രാവിലെ മലയാളം ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. ഞാൻ രാവിലെ അവളുമായിട്ടൊന്ന് ഉടക്കി. ആരുമായിട്ട്? നാരായണി. എന്താ കാര്യം? ഞാൻ കറക്കാൻ അവളെ അകടി പിടിച്ചതും അവള് രണ്ടു കാലം പോയി ഒറ്റ തുളി. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. കാല് കണ്ട് പിടിച്ചു കിട്ടിയ പശുവിന് വല്ലതും അസുഖമായി കാണും. നീ നേരത്തെ പോയി പാല് കഴിച്ച് ചായ കുടിക്കാൻ ആള് വരാനായി. ഓ ആ പേപ്പറോ. പഞ്ചാബിൽ ഭീകരർ 14 പേരെ വധിച്ചു. എന്നാ വധിക്കാത്തത്? മുരളി സാറേ, മുരളി സാറേ, മുരളി സാറേ. സുന്ദരമായ ഒരു സ്വപ്നം കണ്ട് കിടന്നതാ, അത് നശിപ്പിച്ചു. വെളുപ്പാങ്കാലത്ത് സ്വപ്നം കണ്ട അത് ഫലിക്കുമെന്നാ പ്രമാണം. സാർ എന്ത് സ്വപ്നം കണ്ടത്? വയസ്സും പ്രായമൊക്കെ ആയില്ലടോ. തനിക്കിനി അതറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? ഇപ്പോഴാണ് സാറേ അതൊക്കെ അറിയാനുള്ള സമയം തെളിഞ്ഞു വന്നിരിക്കുന്നത്. മതി മതി, താൻ പോയേ. രാവിലെ തന്നെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. സാറേ, എനിക്ക് കുറച്ച് ഗുളിക വേണം. എന്ത് ഗുളിക? ഈ ശരീരം ഒന്ന് ഗ്ലാമർ ആക്കാനാ. സാറിന്റെ കയ്യിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ഗുളിക കാണുമല്ലോ. ഇനി ഇത് ഗ്ലാമർ ആക്കിയിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെയുണ്ട്, ഞാൻ പറയാം. എന്താണോ? സാർ ആരോടും പറയരുത്. താൻ കാര്യം എന്താണെന്ന് വെച്ചാ പറ. എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ തനിക്കിനി അധികം കാലം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ലേ? അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? തന്റെ ഈ ശരീരപ്രകൃതി അനുസരിച്ച് കല്യാണം കഴിച്ചാൽ ഒരു 10 ദിവസം പോലും തികച്ച് താൻ ജീവിച്ചിരിക്കുമെന്ന് വിചാരിക്കണ്ട. അതിനല്ല സാർ ഞാൻ ഗുളിക ചോദിച്ചത്. ഒരു തയ്യാറെടുപ്പ്. ഇത് ഓരോ ഗുളിക വീതം ദിവസം 3 നേരം കഴിച്ചാൽ മതി. ഒരാഴ്ച കഴിയുമ്പോ ഒന്ന് ഉഷാറാവും. എന്തിനാ സാർ ഒരാഴ്ച കാത്തിരിക്കുന്നത്? ഇന്ന് തന്നെ മുഴുവൻ കഴിച്ച് ഇന്ന് തന്നെ വിവരം അറിയാലോ. അപ്പൊ ഇന്ന് തന്നെ വിവരം അറിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. ഓ, എന്നെ സ്വാമി വിളിക്കുന്നു, ഞാൻ പോട്ടെ. അതില് சீக்கிரமா வாங்கடி. நான் இந்த பலகாரத்தை கடைக்கு கொண்டு போய் கொடுத்துட்டு வீட்டுக்கு போய் சமையல பண்ணி மத்தியானத்துக்கு இங்க எடுத்துட்டு வரணும். 2 கால் எடுத்து போடுங்கடி. ആ വായി നോക്കി അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പക്കിട്ട് എത്ര വർഷം പറഞ്ഞത് അയാൾ അവിടുന്ന് പറഞ്ഞു വിടണമെന്ന്. കണ്ണെടുക്കാതെ വീഴ്ചകളെ നോക്കി നിൽക്കും. കണ്ണിരുന്ന് മൂടിയെടുക്കണം. கேட்காமலும் நேரம் இட்லி சாப்பிட வந்தவங்க எல்லாம் திரும்பி போயாச்சே. நான் ஒண்டிக்காரி என்னடா பண்றது? இட்லியை போடுவேனா வடைய போடுவேனா? இந்த காயத்ரி அவ குளிச்சுட்டு ட்ரெஸ் பண்ணி வெளியில வரதுக்கு 1.5 மணி நேரம் ஆறுது. குட் மார்னிங் மாமி. குட் மார்னிங் டா. നേരെ ഒരു ചായ. സാറ് കുറച്ചും ചായ കുടിച്ചതല്ലേ? ഓഹോ, ഒരു ദിവസം ഒരു ചായ കൂടുതൽ കുടിക്കാൻ പാടില്ല എന്ന് നിയമം വല്ലതുണ്ടോ? നിയമമൊന്നുമില്ല. സാറ് കുറച്ചും ഒരു ചായ കുടിച്ച കാര്യം മറന്നുപോയി കാണുമെന്ന് വിചാരിച്ച് ചോദിച്ചതാ. മുരളി സാറിന് ചായ? 2 വട ഒരു ചായ. ഓ, സാറേ ചായ.
അവിടെ 1.25. சுப்ரு அந்த ராமன் கடையில மைதா வாங்காதே. ஏக்கா? கொஞ்சம் கூட நல்லா இல்லை. ஒரே பூச்சி பிசு பிசுன்னு ஒட்டுறது. வேற ஏதாவது கடையில வாங்கி அனுப்பு. வாங்கலேண்டி, காலேஜுக்கு நேரமாலே. വാ പോലാം. 2 ചായ. മുരളി ബാക്കി ഇവിടെ നിർത്തണേ. ഇതൊക്കെ മതി. അസോസിയേറ്റ്സ്. Excuse me, madam. Yes, May I meet Mr. Muralidhara Menon? please wait. Oh. Your good name, please? പ്രേമചന്ദ്രനും അഡ്വക്കേറ്റ് ജോസ് കുര്യനും വന്നെന്ന് പറഞ്ഞാൽ മതി. ഹലോ, മുരളി സാറല്ലേ? രണ്ടുപേർ കാണാൻ വന്നിരിക്കുന്നു. വരാൻ പറയും. അകത്തേക്കല്ലോ. യെസ്, കം ഇൻ. എവിടെയായിരുന്നു രണ്ടുപേരും? ഒരാഴ്ചയായിട്ട് കാണുന്നേയില്ല. കുറച്ചു ദിവസമായി ഒരു കേസിന്റെ ആവശ്യത്തിന് വേണ്ടി ട്രിവാൻഡ്രത്തിന് പോയിരിക്കുകയായിരുന്നു. അത് ശരി. ഞങ്ങളുടെ കാര്യം എന്തായി? പട്ടരോട് നീ ചോദിച്ചോ? ചോദിച്ചാൽ അയാൾ സമ്മതിക്കില്ല. എന്നോട് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പൊളിച്ചെന്തോ ഹോട്ടലോ ലോഡ്ജോ ഒക്കെ പണിയാൻ പോവാത്രേ. ഒഴിഞ്ഞു കൊടുക്കൊന്നും വേണ്ട. നീ 2 കൊല്ലത്തോളമായി അവിടെ താമസിക്കല്ലേ? എനിക്ക് ഒഴിയാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ നല്ല രാശിയുള്ള സ്ഥലവാ. അങ്ങനെയാണ് നീ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും അവിടെ താമസിക്കാം. ഇപ്പോഴത്തെ ലോഡ്ജിലാണെങ്കിൽ കറണ്ടും ഇല്ല, വെള്ളവും ഇല്ല, ഒരു പുല്ലും ഇല്ല. അവിടെ നീ ഒറ്റയ്ക്കല്ലേ? നമുക്കൊന്നിച്ച് അവിടെ കൂടാം. മാത്രമല്ല പട്ടരുടെ ഒഴിപ്പിക്കൽ ഭീഷണി നേരിടാൻ മോറൽ സപ്പോർട്ടിന് ആളുമായി. എന്നാൽ ഇന്ന് വൈകിട്ട് തന്നെ ഞങ്ങളങ്ങ് വരാം. വൈകിട്ടൊന്നും വരണ്ട. സ്വാമി കടയടച്ച് പോയിട്ട് വന്നാ മതി. പിന്നെ നിന്റെ ആഫീസിൽ കുറെ കേസുകളുണ്ടല്ലോ, നടക്കോ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്റെ ജോലി പോകും. ആ റിസപ്ഷനിൽ ഇരിക്കുന്നതേ സർക്കിൾ ഇൻസ്പെക്ടറുടെ മോളാ. സാധുബലത്തിനുള്ളതാണെങ്കിൽ ഞാൻ എടുത്തോട്ടെ. അയ്യോ, അത് വയറിളക്കാനുള്ള മരുന്നാ. വല്ല വൈറ്റമിനോ ടോണിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ താടേ. എക്സ്പയറി ഡേറ്റ് കഴിയട്ടെ, അപ്പൊ തരാം. ഓസോ ഓസോ. ആ, വാ. എക്സലന്റ്, കൊള്ളാം. എന്നാ വളരെ മോശമാണെന്ന് പറയാം. അയ്യോ, എന്നമ്മ ഇவ்வளவு കോപം? മതി. എപ്പോഴെങ്കിലും പറഞ്ഞ സമയത്ത് വന്നിട്ടുണ്ടോ? അത് കൊള്ളാം. എൻ വേല അതായി പോച്ചില്ലേ ഈ മെഡിക്കൽ റെപ്പ് താനങ്ങളെ. അയ്യേ, തമിഴ് പറഞ്ഞു പഠിക്കുക. എന്റെ പട്ടത്തിക്കുട്ടി എത്ര കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചിട്ടാണെന്ന് അറിയാവോ ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത്? അയ്യോ, ഓവർ സ്പീഡിലൊക്കെ വണ്ടി ഓടിച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ? അത് കൊള്ളാം. സ്പീഡിൽ വണ്ടി ഓടിക്കാനും പാടില്ല, സമയത്തിന് എത്തുകയും വേണം. ഒരു കാര്യം ചെയ്യാം, ജോലി എങ്ങനെ റിസൈൻ ചെയ്യാം? ജോലി ഇല്ലാതെ പിന്നെങ്ങനാ? അത് ബുദ്ധിമുട്ടാവില്ലേ? അയ്യടാ, ജോലിയും കളഞ്ഞ് നിന്റെ അച്ഛൻപട്ടരുടെ കടയിൽ ഞാൻ സപ്ലയറായിട്ട് നിൽക്കാം. അയ്യോ, ബസ്സിലിരുന്ന് ആരും നോക്കുന്നു ദൈവമേ. ഇതാണ് കുഴപ്പം. നിന്റെ അടുത്ത് മനസമാധാനമായിട്ടൊരു വാക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്താ ഇത്? കണ്ടറിഞ്ഞൂടെ കാസറ്റ്? ഏത് പടത്തിന്റെ? പടത്തിന്റെ അല്ല, ഇതെന്റെ ആത്മാവിന്റെ ശബ്ദമാണ്. കേട്ട് കഴിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ റിപ്ലൈ തരണം. സ്വാമി ശരണം. എവിടെ നിന്നാണാവോ? അയ്യപ്പ ശരണം. ഞാൻ കുറച്ച് ദൂരെന്നാ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ അല്പം കൂടി തടിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നറിയോ? സുമാരകുറികൾ തന്നയച്ചതാ. ഇരിക്കാം. വീടന്വേഷണം നടന്നു കൈയും കാലൊക്കെ ഭയങ്കര വേദന. ഒരു നോറ്റം. കാശ് എത്ര വേണമെങ്കിലും തരുമെന്നാണല്ലോ ഗുരുക്കൾ എഴുതിയിരിക്കുന്നത്. അതിലെത്ര സംശയം എന്താ? കാശ് വലിച്ചെറിയുന്ന ആളല്ലേ സ്വാമി. അങ്ങനെ വല്ലയിടത്തോട്ടും വലിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല. സ്വാമി ക്യാഷ് എന്റെ പോക്കറ്റിൽ എറിയണം. എനിക്ക് ഇവിടെ തന്നെ ഇതുപോലെ 1-2 ഒഴിപ്പിക്കൽ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ട്. അയ്യോ, ഉപേക്ഷ വിചാരിക്കരുത്. സ്വാമി ആളൊരു മഹാഭാവമാ. ആ കശ്മലന്മാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുക. അതുകൊണ്ടാ.
പെൺപിള്ളേർക്ക് എന്ത് പ്രായം വരും? 19 വയസ്സും 17 വയസ്സും. ഈ പ്രായമാണ് പ്രശ്നം. എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും. ഇനിയിപ്പോ ആലോചിക്കാനൊന്നുമില്ല. അഡ്വാൻസ് ആയിട്ട് 1000 രൂപയുണ്ട്. വാങ്ങിച്ചോളൂ, പിടിച്ചോളൂ. ബാക്കി തുക അവന്മാർ അടിച്ചിറക്കുന്ന ആ നിമിഷം തരും. പിടി. സമ്മതിച്ചു. പക്ഷേ എനിക്ക് 1-2 കണ്ടീഷൻസ് കൂടിയുണ്ട്. എന്താണാവോ? എന്റെ ദിനചര്യകളും ഭക്ഷണക്രമങ്ങളും അതൊക്കെ ഏറ്റു. അനന്തൻ ഗുരുക്കൾ വരാമെന്ന് സമ്മതിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് വരണം? കയ്യോടെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടുന്ന് പോകുന്നത്. എന്നാൽ ഉടനെ തന്നെ പുറപ്പെട്ടു കളയാം. എത്രയും പെട്ടെന്ന് അവിടുത്തെ ജോലി തീർത്തിട്ട് ഉടനെ മടങ്ങി വരികയും ചെയ്യാമല്ലോ. ഞാൻ എന്റെ അമ്മയുടെയും കാവിലമ്മയുടെയും അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. സ്വാമി ശരണം. അയ്യപ്പ ശരണം. സ്വാമി. എന്താ മോനെ? ഞാനൊരു സ്ഥലം വരെ പോവുക. കുറച്ചു ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. എവിടെയെങ്കിലും ജോലി ശരിയായോ ആ, മോനെ? ഒരാൾ ചെല്ലാൻ പറഞ്ഞിരിക്കുക. എന്താ ഏട്ടാ ജോലി? തിരുവനന്തപുരം ജില്ലാ കളക്ടർ. അല്ലമ്മേ, ജോലിക്കുള്ള ശുപാർശ കത്തേ കയ്യിലുള്ളൂ. ജോലി എന്താണെന്നൊക്കെ അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. ഏട്ടനോട് പോയാ പിന്നെ ഇവിടെ ആരാ ഉള്ളത്? എനിക്കൊന്നേ പറയാനുള്ളൂ. എവിടെ പോയാലും രജനിയുടെയും മായയുടെ ഓർമ്മ നിനക്കുണ്ടായിരിക്കണം. ചേട്ടനെ പോലെ നീയും ആകരുത്. ശരിയമ്മേ. ദാ ഇത് വെച്ചോളൂ. എവിടുന്ന ഏട്ടാ ഇത്രയും രൂപ? അത് അഡ്വാൻസ് കിട്ടിയതാ. ജോലി കിട്ടുന്നതിന് മുമ്പ് അഡ്വാൻസ് അല്ലേ? പിന്നെ ജോലി കിട്ടിയതിന് ശേഷമാണോ അഡ്വാൻസ്? അമ്മേ, ഞാൻ ഇറങ്ങുക. മരുന്നൊക്കെ കൃത്യസമയത്ത് കൊടുക്കാൻ മറക്കരുത്. വരട്ടെ അമ്മേ. ശരി മോനെ. വേഗം ഇറങ്ങി വാ. എന്ത് മനുഷ്യ ഇത്? കണ്ണു കണ്ടൂടെ? വേഗം കയറോട്ടെ. അല്ലെ ആരാമാഷ പുതിയൊരാള് കേട്ടിട്ടില്ലേ അനന്തൻ ഗുരുക്കൾ? ഇല്ല. ആ, എന്നാ കണ്ടോളൂ. ഇതാണ് സാക്ഷാൽ അനന്തൻ ഗുരുക്കൾ. മാഷ് എന്നെ ഗുരുക്കളെന്നും പറഞ്ഞ് ഇങ്ങനെ ആരെയും പരിചയപ്പെടുത്തണ്ട. ഞാൻ വന്നിരിക്കുന്ന കാര്യം പോലും ആരും അറിയാൻ പാടില്ല. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. പിന്നെ വളരെ സൂക്ഷിച്ചു വേണം ആ ലോഡ്ജുകാരെ കൈകാര്യം ചെയ്യാൻ. അതെന്താ? മർമ്മങ്ങാൻ മാറി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊലക്കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരില്ലേ? മാഷ് ഒന്നും കൊണ്ട് പേടിക്കണ്ട. ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ ഞാൻ അവരെ നേരിടാൻ പോകുന്നത്. അല്ലാതെ കുഴപ്പമില്ല. എടാ നാരായണ, 2 സോഡ ഇങ്ങനെ കുടിച്ചതിന്റെ കാശ് ആദ്യം എന്നാ പിന്നെ കുടിക്കാം. അങ്ങൊരു ടീ വിടുരാ. നമസ്കാരം. നമസ്കാരം. എന്താ പക്ഷെ പോട്ടെ, ആള് വന്നില്ലേ? അപ്പുണ്ണി മാസ്റ്റർ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടത്താതിരുന്നിട്ടുണ്ടോ? എന്നിട്ട് ആളെവിടെ? ഇതാണ് ആള്, അനന്തൻ ഗുരുക്കൾ. നമസ്കാരം. നമസ്കാരം. ഇത് കുമാരൻ ഗുരുക്കളുടെ മകനായിരിക്കും. അല്ല, ഞാൻ ഗുരുക്കളുടെ ശിഷ്യനാ, അനന്തൻ. സുകുമാരൻ ഗുരുക്കളുടെ 12 ശിഷ്യന്മാരിൽ പ്രമുഖൻ. വേറൊന്നുമല്ല, കണ്ടിട്ട് ഒരു കളരി അഭ്യാസിയാണെന്ന് തോന്നിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ക്ഷമിക്കണം. കളരി അഭ്യാസിക്ക് തടി എന്തിനാ? മെയ്വഴക്കമല്ലേ പ്രധാനം? സ്വാമി ഇങ്ങനെ ഇഡലി പോലെ വീഴ്ത്തിയിട്ട് വല്ല കാര്യമുണ്ട്? അല്ല, അപ്പോഴേ നമുക്ക് മറ്റേ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. மாமி, அப்பாவும் மாஷும் வராங்க. இன்னொரு இருக்கு. குருக்களாയിരിക്കും. ഇരിക്കൂ. ഇതാണ് കളരി വിദ്വാൻ അനന്തൻ ഗുരുക്കൾ. നമസ്കാരം. കളരി വിദ്വാൻ എന്നുള്ള പ്രയോഗം തെറ്റാണ്. കളരി ആശാനെന്ന് പറയണം. ഇതെന്റെ മൂത്ത സഹോദരിയാണ് സുബ്ബമ്മ. ഗായത്രി, സാവിത്രി. കാപ്പി എടുക്കട്ടെ? ആയിക്കോട്ടെ. അയ്യോ, ഗുരുക്കള് കാപ്പി കുടിക്കാറില്ല, പാലേ കുടിക്കൂ. ഗോംപാൽ, അതായത് പശുവിൻ പാൽ. ഞാൻ പാൽ മാത്രമേ കുടിക്കൂ എന്നുള്ള വിവരം മാഷം മറന്നോന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു. അതിനെന്താ, പാലെടുക്കാം. ഇത് ഗായത്രി, സാവിത്രി കുട്ടി. അതെ, യഥാർത്ഥത്തിൽ ഈ അനന്തൻ ആരാന്ന് സ്വാമിക്കറിയാമോ? തച്ചോളി ഓതേരൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ, കടത്തനാട്ട് വീരനല്ലേ? ആമ, അന്ത തറവാട്ടിലെ അവസാനത്തെ കന്യായിരിക്കുന്നത്. പതിനെട്ടടവുകളിൽ ഏതടവ് പ്രയോഗിച്ചാണ് അവന്മാർ അവിടെ നിന്ന് ഇറക്കേണ്ടത് സ്വാമി എന്ന് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം അനന്തനേറ്റു. അതിലേതൊക്കെ മുറകളാണ് പറ്റിയതെന്നൊന്ന് പറഞ്ഞു കൊടുക്കൂ അനന്തൻ. മെയ്ത്താരി, കോൽത്താരി, വായ്ത്താരി, അങ്കത്താരി
ഇതിലെ കോൽത്താരിയിലെ ഒറ്റപ്പയറ്റ്, അങ്കത്താരിയിലെ മറപിടിച്ച കുന്തം, പുലിയങ്കം, ഇതിലേതാ വേണ്ടതെന്ന് സ്വാമി തന്നെ തീരുമാനിച്ചാ മതി. അല്ല, ഈ ആയുധം കൊണ്ടുള്ള കളികൾ വേണോ? മറ്റു മാർഗങ്ങളിലൂടെ അവരെ ഇറക്കി വിടാൻ പറ്റില്ലേ? അപ്പോ പുലിത്താരി മതിയല്ലേ? മംഗം. ആദ്യം ഞാൻ അവന്മാരെ ഒന്ന് കാണട്ടെ, എന്നിട്ട് ഏതടവ് വേണമെന്ന് തീരുമാനിക്കാം. പക്ഷേ ഈ ഗുരുക്കൾ ഇവിടെ വരുത്തിയിരിക്കുന്ന വിവരം പുറത്താരും അറിയരുത്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്വാമി, ഒരാളും അറിയില്ല. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകാം. ഇപ്പോൾ അവന്മാർ ഇവിടെ കാണുകയില്ലല്ലോ. അവന്മാരവിടെ ഇല്ലാത്തതാണ് നല്ലത്. ആദ്യം ഞാൻ ആ മുറിയും പരിസരങ്ങളും ഒക്കെ ഒന്ന് കാണട്ടെ. അല്ല, അപ്പോ സ്വാമി, അനന്തന്റെ ഭക്ഷണ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നമുക്ക് ഹോട്ടലുണ്ട്, എന്നാലും അനന്തൻ അവിടെ നിന്ന് കഴിക്കണ്ട, ഇവിടെ നിന്ന് കഴിച്ചോട്ടെ. ഇവിടെ ആവുമ്പോ ഇഷ്ടാനുസരണം അക്ക ഉണ്ടാക്കി കൊടുത്തോളും. അതാ നല്ലത്. സ്വാമിയുടെ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ച് വെറുതെ വയറ് കേടാക്കണ്ട. അല്ല, പച്ചക്കറി എന്ത് വേണമെങ്കിലും ഞാനിവിടെ ഉണ്ടാക്കി തരാം. എന്താ? ഒന്നുമില്ല. ഇതാണ് അവന്മാർ താമസിക്കുന്ന മുറി. സ്വാമി, ഗുരുക്കൾക്ക് സ്ഥാനം ഒന്ന് കൊടുക്കൂ. ഒന്ന് മാറി ഒന്നും അങ്ങോട്ട് വെച്ചോട്ടെ. ഇതെന്തോന്ന് മാറിയിട്ട് വയ്യ. പോട്ടെ അങ്ങോട്ട്. എത്രയും പെട്ടെന്ന് ഒരു കട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് വടക്ക് കിഴക്കായിട്ട് ഇവിടെ ഇങ്ങനെ ഇടണം. അതെന്തിനാ? ഇതിനകത്താണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ആവുന്നതും ബലപ്രയോഗം നടത്താതെ അവന്മാരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിനകത്ത് തന്നെ കൂടെ താമസിക്കാമെന്ന് വിചാരിക്കുന്നത്. ലോഡ് ജോയിൻ തരാത്തതോ പോട്ടെ, അവന്മാരുടെ ശല്യം കാരണം എന്റെ പെൺകുട്ടികൾക്ക് പുഴയിൽ കുളിക്കാൻ പോകാൻ പോലും വയ്യ എന്നായിട്ടുണ്ട്. അന്ത വിഷയം കൂടെ കൊഞ്ചം ജ്ഞാപകം എടുക്കണം. എല്ലാം ഞാനേറ്റ് സ്വാമി. ഒരു സ്വകാര്യം എനിക്ക് മാഷിനോട് സംസാരിക്കാനുണ്ടായിരുന്നു. സംസാരിച്ചോളൂ. ഞാൻ താഴെ പോയി കടയിലിരിക്കാം. മാഷ, ഒരു കാര്യം, എനിക്ക് കഴിക്കാൻ പുല്ലും വൈക്കോലും സാമ്പാറും ഒന്നും പറ്റില്ല. ഇറച്ചിയും മീനും മുട്ടയൊക്കെ വേണ്ടി വരും. ഞാനത് അവിടെ വെച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിനെന്താ? എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞാ മതി. ചോദിക്കുന്നതുകൊണ്ട് വിരോധമൊന്നും തോന്നരുത്. മറ്റവൻ അടിക്കൂ? അടിക്കോ? ഞാൻ അടിക്കില്ല. ഞാൻ അടിക്കും. എന്നാ കാര്യം അടിക്കും. നേരെ താനൊന്ന് മുകളിലേക്ക് വരണം. ശരി സാർ. ഇന്നെന്തെങ്കിലൊക്കെ നടക്കും. അടിയുടെ ഒച്ച കേട്ട് സ്വാമി പേടിക്കരുത്. വേണമെങ്കിൽ അലമാരിയൊക്കെ ഒന്ന് മാറ്റി വെച്ചു. കേറിപ്പോയ 3 എണ്ണവും ഉരുണ്ട് താഴെ വന്ന് വീണ് സ്വാമിയുടെ കൈയും കാലും പിടിക്കും. അലമാരി പിടിച്ച് മാറ്റണം സ്വാമി. വേണ്ട ഓടോ. അയ്യോ, തുറന്നു നടക്കാണല്ലോ. അയ്യോ, ഞാനല്ലേ പൂട്ടിയത്. ഇനി കള്ളന്മാരും വല്ലതും കയറി കാണോ? ആരാ കിടക്കുന്നത്? നീ അക്ഷരം മാറ്റിക്കേ. നിങ്ങൾ തുടരുത്. ആരെങ്കിലും തല്ലിക്കൊന്നു കൊണ്ടുവന്നിട്ടാണെങ്കിലോ? അയ്യോ, ശ്വാസം ഉണ്ടോ നോക്കാം. അയ്യോ, ഇത് ഐപ്പിന്റെ മൂന്നിലുണ്ട്. അയ്യോ ശ്വാസം ഉണ്ടോ നോക്ക്. നീ നോക്ക്, നീയല്ലേ അടുത്ത്. എന്നാ നീ നോക്ക്. നോക്കടാ. എന്റെ കുപ്പി ഇരിക്കല്ലേ? പിന്നെ ഇതാരോ നോക്കുന്നത്? അയ്യോ, ആരാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? അത് കൊള്ളാം. ഞങ്ങളെ മുറിക്കറി കിടന്ന് ഉറങ്ങാൻ താനാരാടോ? അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. നിങ്ങൾ ആരാ? ഇതിപ്പോ വാദി പ്രതിയായോ? താനെങ്ങനെ ഇതിനകത്ത് കയറി? കക്കം കയറിയതല്ലോടോ. അനാവശ്യം പറയരുത്. വാടക കൊടുത്തിട്ട് അതിനകത്ത് കയറി കിടക്കുന്നത്. ഞങ്ങൾ വാടക എടുത്തിരിക്കുന്ന മുറി എങ്ങനെയാണ് തനിക്ക് വാടക കയറുന്നത്? അതൊക്കെ നിങ്ങൾ സ്വാമിയുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ മതി. ഓഹോ, പുകച്ച് പുറത്തി അടിക്കാനായിരിക്കും പട്ടരുടെ പരട്ട് ബുദ്ധി. ശരി, നമുക്ക് ഏതായാലും സ്വാമിയുടെ ചോദിക്കാം. അല്ല, എന്തെങ്കിലും സാധനങ്ങൾ ഇതിനകത്തുനിന്ന് കളവ് പോയാൽ തന്റെ ഷേപ്പ് ഞങ്ങൾ മാറ്റും. അത് തന്നെയാ എനിക്കും പറയാൻ. നോക്കാം. ഏതായാലും കാത്തിരുന്നോ, പോലീസുകാരിപ്പോ നിന്നെ പൊക്കും. ഏതായാലും താഴോട്ട് പോവല്ലേ? എനിക്ക് 2 പരിപ്പുവടയും ചായയും പറഞ്ഞേക്ക്. സ്വാമി, എന്റെ മുറി കയറി കിടക്കുന്ന ആരാ? പുരിയില്ലയാ പുതിയ വാടകക്കാരൻ. എന്നോട് ചോദിക്കാതെ എന്റെ മുറി തുറക്കാൻ ആരാ പറഞ്ഞത്? തന്റെ മുറിയോ? എന്റെ ലോഡ്ജിലെ മുറി തുറക്കാൻ എനിക്ക് തന്നെ അനുവാദം വേണോ? ഇയാൾ ഇത് എവിടുത്തെ പട്ടരാ? ഒരാൾക്ക് മുറി വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാളുടെ അനുവാദമില്ലാതെ മുറി തുറക്കുന്നത് ശിക്ഷാർഹമാണ്. വകുപ്പ് ഏതാണെന്ന് അറിയാമോ? ഭവന വേതനം. 5 കൊല്ലം അകത്ത് കിടക്കേണ്ടി വരും ഇതും പിടിച്ചോണ്ട്. ഞങ്ങളെ പുറത്ത് ചാടിക്കാൻ ആരെങ്കിലും പറഞ്ഞു തന്ന കുരുട്ടുബുദ്ധി ആയിരിക്കും അല്ലേ? എന്റെ മുറിയിൽ വെച്ചിട്ട് പോയ 2000 രൂപ കാണുന്നില്ല. ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. ചെയ്തോ, പോലീസ് വരട്ടെ. എന്റെ ലോഡ്ജിലെ മുറി വേറെ ആർക്കും വാടകയ്ക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയാൻ പോലീസിന്റെ അവകാശം. രൂപ കണ്ടില്ല എന്നുള്ള വേലയെല്ലാം അങ്ങ് കയ്യിലിരിക്കട്ടെ. അതെ, നിങ്ങൾ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ആര് കേട്ടാലും സ്വാമിയുടെ ഭാഗത്താണ് ന്യായം. തന്നോട് ആരെങ്കിലും ചോദിച്ചോ? സ്വാമിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടുമെങ്കിൽ അത് ഞണ്ണിക്കോ. ന്യായം പറയാൻ വന്നിരിക്കുന്നു. വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം.
അവൻ പറഞ്ഞത് കേട്ടാ എന്നോട് ഞണ്ണിക്കോളാൻ. മാഷേ ഒരു പഴം തിന്നണ. കേരടാ, നിങ്ങൾ ഇത് എങ്ങോട്ടാ പോകുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക്. നിയമപരമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിയമപരമായി നോക്കുമ്പോ പോലീസ് സ്റ്റേഷനിൽ പോയോണ്ട് ഒരു കാര്യമില്ല. മുറിയിൽ മറ്റാരെയും താമസിപ്പിക്കില്ല എന്നുള്ളൊരു നീയും സ്വാമിയും തമ്മിൽ യാതൊരു എഗ്രിമെന്റും ഇല്ലാത്ത സ്ഥിതിക്ക് അയാൾക്കും ഇഷ്ടമുള്ള ആരെയും കൊണ്ടും താമസിപ്പിക്കാം. സ്വാമിയുടെ ഉദ്ദേശം നമ്മളെ ലോഡ്ജിൽ നിന്ന് ഒഴിപ്പിക്കാന്നുള്ളതാണ്. നമ്മൾ അതിനപ്പുറം കാണണം. അവൻ നമ്മളോട് താമസിച്ചോട്ടെ. അല്ല, നമ്മൾ അവനെ മാക്സിമം ശല്യം ചെയ്ത് പുറത്ത് അടിക്കുന്നു. അതായത് പട്ടൻ ഇങ്ങോട്ട് വെച്ച പാരയ്ക്ക് നമ്മൾ അങ്ങോട്ടൊരു പാര വയ്ക്കുന്നു. ഒരു പാരയ്ക്കൊരു മറുപടി. அந்த அயோக்கிய பசங்களை நன்னா ஏமாத்தியாச்சு. அந்த அனந்து இருக்கே ரொம்ப புத்திசாலி. போலீஸ்ல கம்ப்ளைண்ட் கொடுக்க போனவங்க பூன மாதிரி திரும்பி வந்துட்டாங்க. இந்த பாருங்க, இது 2 நாளில எலி அடிச்சு போடுற மாதிரி எல்லாத்தையும் தூக்கி வெளியில போட்டுருவான். அந்த முரளியும் பிரேமனும் தான் ரொம்ப பொல்லாதனுங்க. அந்த வக்கீல் இருக்கானே தொலை தொலா பேசுவான், இருந்தாலும் நல்லவன். கடவுளே, எல்லாம் நல்லபடியா நடந்தா சரி. நீ தைரியமா இருக்கா. அந்த அனந்த ரொம்ப கெட்டிக்காரன். அந்த பசங்க வேலை ஒன்னும் அவங்கிட்ட நடக்காது. നാളെ മുതല് പൊറോട്ട കൊണ്ടുവരുമ്പോ നല്ല ചൂടായിരിക്കണം. വാങ്ങിച്ചപ്പോ നല്ല ചൂടുണ്ടായിരുന്നു. ബീഫ് വാങ്ങിക്കാൻ പോയതുകൊണ്ടാ തണുത്ത് പോയത്. ഒന്ന് പതുക്കെ ചവയ്ക്കണം മിസ്റ്റർ. ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. മിക്സി ഓൺ ചെയ്തവരെ കര 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 കരയെന്ന്. മറ്റുള്ളവർ ആഹാരം കഴിക്കുമ്പോ വായി നോക്കി ഇരിക്കാൻ പാടില്ല. വക്കീലായിട്ട് ഇതൊന്നും പഠിച്ചിട്ടില്ല അല്ലേ? ദോഷം പറയരുത്. നല്ല എരിവ് മതി. ബാക്കി ആരെയും കഴിച്ചോ. പിന്നെ നാളെ പാല് കൊണ്ടുവരുമ്പോ അല്പം കൂടെ പഞ്ചസാര ഇട്ടുകൊണ്ട് വരണം. എനിക്ക് ഡയബറ്റീസിന്റെ അസുഖമൊന്നുമില്ല. മനസ്സിലായോ? തന്റെ കൂട്ടുകാരൊക്കെ എവിടെ? രാത്രി 10 മണി കഴിഞ്ഞാൽ ഉറങ്ങാനുള്ള സമയമാണ്. തോന്നുന്ന സമയത്തൊക്കെ കയറി വരാൻ ഇത് സത്രമൊന്നുമല്ല. മനസ്സിലായോ? ഒന്ന് അലമ്പുണ്ടാക്കാതെ ഒന്ന് പോയെ. ഞങ്ങള് പോയിട്ട് സാറിന് ഒറ്റയ്ക്ക് നോക്കാനായിരിക്കും അല്ലേ? എന്താടാ സ്വാമിയുടെ മൂത്ത മോക്ക് നിന്നോടൊരു കടാക്ഷം? ചേട്ടത്തി അനിയത്തി എല്ലാം ഒന്നിനൊന്നും മെച്ചം. സാറിനിപ്പോ അതിലേതിനെയാണ് വേണ്ടത്? തന്നെ ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോ? ദേ, മര്യാദക്ക് അവിടെ വല്ലയിടത്തും കിടന്നോ. ഇല്ലെങ്കിൽ എടുത്ത് ചവിട്ടി പുറത്തിട്ട് ഞാൻ. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നാളെ മുതൽ ഇവിടെ നിന്ന് സ്വാമിയുടെ മക്കളെ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഈ ടൂത്ത് പേസ്റ്റും ബ്രഷും ഒന്നും ഉപയോഗിക്കേണ്ടി വരില്ല. ഭീഷണിപ്പെടുത്തുക. ഒരൊറ്റ അടിക്ക് വട്ടോടിച്ച് 2 പീസായി കളഞ്ഞ ഞാൻ. ആകപ്പാടെ 1.5 ഔൺസും വെച്ച് ഞെളിയുന്ന. ഔൺസ് കൊണ്ടൊന്നും കാര്യമില്ല. ചാകാൻ അരയടി വെള്ളമായാലും മതി. താൻ ആരുവാ? എന്താ തന്റെ ഉദ്ദേശം? ഞാൻ ആരാണെന്നും എന്താ ഉദ്ദേശമെന്നും വഴിയെ മനസ്സിലാക്കി തരാം. അവന്റെ ആ ഇരിപ്പ് കണ്ടില്ലേ? മരത്തിൽ ഓന്തിരിക്കുന്ന പോലെ. കുളിക്കാൻ വേണ്ടി വരുന്നൊന്നുമില്ല. പെണ്ണുങ്ങളുടെ കുളിക്കാനാ. ഈ നായരെന്താ എങ്ങനെ അനുഭവിച്ചു കൊടുക്കുന്നത്? എന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. നായരൊന്ന് പറഞ്ഞു കൊടുത്തേക്കാൻ. അറിയില്ലേ, അനന്തം കുരുക്കൾ കളരിയാശാന 18 അടവും പച്ചവെള്ളവാ. പോരാത്തിന് ചൂണ്ട് കർമ്മ മതം പൊട്ടി വരുന്ന ആനയെ വരെ വിരൽ ചൂണ്ടി നിർത്തും. കടത്തനാടൻ കളിയിൽ അഭ്യാസം പഠിച്ചത്. അയ്യോ, ചെന്നില്ലെങ്കിൽ ദേഷ്യപ്പെടും. ഞാൻ പോട്ടെ. ഇതൊക്കെ ഉള്ളത് തന്നെയാണോ? എനിക്കറിഞ്ഞു. നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. പഠിച്ച അടവുകളൊന്നും ശത്രു സംഹാരത്തിന് വേണ്ടി പ്രയോഗിക്കേണ്ടി വരരുതേ കളരി ദൈവങ്ങളെ എന്നാണ് എന്റെ പ്രാർത്ഥന. പക്ഷേ ലക്ഷണം കണ്ടിട്ട് എന്നെ കൊണ്ട് യവന്മാരിത് ചെയ്യിക്കും എന്നാണ് തോന്നുന്നത്. അയ്യോ അരുത്. എന്താ? ചൂണ്ടുമർമ്മം. ഓർമ്മിപ്പിച്ചത് നന്നായി. മാമി, മാമി. എന്താ നേരെ? കടയിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടോ? ഹേയ്, ഒന്നുമില്ല. കുടികൾക്ക് ഒരു സ്പെഷ്യൽ ഊണ് കൊടുക്കാൻ സ്വാമി പറഞ്ഞു. സ്വല്പം നെയ്യും പരിപ്പും കൂടി ആയിക്കോട്ടെ. അനന്തനിരിക്കൂ.
നായരേട്ടൻ എന്നെ ഗുരുക്കൾ എന്ന് വിളിക്കണ്ട, അനന്താന്ന് വിളിച്ചാ മതി. ഹേയ് അത് പറ്റില്ല. അത്ര നിർബന്ധമാണെന്ന് വെച്ചാ അനന്തൻ കുട്ടിന്ന് വിളിച്ചോളാം. അതിന് സ്വല്പം വാത്സല്യം കൂടി ഉണ്ടല്ലോ. അനന്തൻ ഏത് ഗുരുക്കളുടെ കീഴിലാ കളരി പഠിച്ചത്? പയ്യന്നൂർ സുകുമാരൻ ഗുരുക്കളാണ് എന്റെ ആശാൻ. ഓ, എന്നാ ഞാൻ ഊണെടുക്കട്ടെ. ഞാൻ കടയിലിട്ട് പോണം മാമി. ആ ശരിടാ. പച്ചക്കറി കൊണ്ട് തൃപ്തിപ്പെട്ടോളൂ. വൈകിട്ട് വരുമ്പോ നല്ല മീൻ ഇറച്ചി നല്ല വാറ്റ് ഞാൻ കൊണ്ടുവരാം. അമ്മമാർ 2 എണ്ണം കൊടുക്കാൻ നല്ല സ്പീഡായിരിക്കും. അകത്തോട്ടിരിക്കാം. മതി മതി. ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം നല്ലവണ്ണം കഴിക്കണം. രാത്രി ഇച്ചിരി കുറഞ്ഞാലും സാരല്ല. കഴിക്കൂ കഴിക്കൂ. രാവിലെയും വൈകുന്നേരവും നല്ല അഭ്യാസമൊക്കെ ചെയ്യേണ്ടതല്ലേ. പിന്നെ ഗുരുക്കളെ, ഹോട്ടലിൽ പൊളിച്ചു പണിയണമെന്ന് വളരെ നാളായിട്ട് ആഗ്രഹിക്കുക. അതെങ്ങനെ അവരവിടുന്ന് മാറിയിട്ട് വേണ്ടേ? ഗായത്രിക്കും സാവിത്രിക്കും അവര് വലിയ ശല്യായിട്ട് തീർന്നിരിക്കുക. പിന്നെ ഗുരുക്കൾക്ക് ഈ കമ്പുചണ്ടെല്ലാം തെരിയുമില്ല. അയ്യോ, കമ്പിന്റെയും വടിയുടെ ഒന്നും ആവശ്യമില്ല മാമി. എനിക്ക് ഈ ചൂണ്ട് വിരൽ മാത്രം മതി. ഈ വരള ആ, ഈ ചൂണ്ട് വിരൽ മർമ്മം നോക്കി അവന്മാരുടെ നേരെ ചൂണ്ടിയാ മതി. അവന്മാര് നിന്നിടത്ത് നനങ്ങില്ല. നിജമാവാ? നിജമൊന്നും ഞാൻ പറയില്ല മാമി, സത്യം മാത്രമേ പറയൂ. ഞാൻ എന്തെങ്കിലും തമാശ പറയുന്നത് സാവിത്രിയോടുള്ള ഇഷ്ടം കൊണ്ടാ. അതൊക്കെ വീട്ടിൽ ചെന്ന് പറയുന്നത് തെറ്റല്ലേ? പിന്നെ കളരിക്കാരനല്ല കരാട്ടക്കാരനാണെങ്കിലും എനിക്ക് പേടിയില്ല. ഞാൻ എന്താഗ്രഹിച്ചാലും അത് ഞാൻ നേടിയിരിക്കും. ആ സ്വഭാവം തടി കേടാക്കുമല്ലോ പ്രേമചന്ദ്ര. വേണ്ട, വിട്ടേക്ക്. സാവിത്രിക്കൂട്ട് പൊക്കോളൂ. ഏത് പട്ടിക്കും എന്ത് വേണമെങ്കിലും ആഗ്രഹിക്കാം, പക്ഷെ അതൊക്കെ നടക്കണമെന്ന് വാശി പിടിക്കുന്നത് അത്ര നല്ലതല്ല. താനാരാ ഇതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. ദേ ഈ വിരല് കണ്ടോ? ഈ വിരല് നിന്റെ നേരെ ചൂണ്ടിയാ മതി. പിന്നെ നിന്നിടത്ത് നിന്ന് നീ അനങ്ങണമെങ്കിൽ ഞാൻ പറയണം, മനസ്സിലായോ? എന്താ പ്രശ്നം? കൂട്ടുകാരനെ എത്തിയല്ലോ. ഇനി വേറൊരുത്തും കൂടെ ഉണ്ടല്ലോ, അവനെ കൂടെ വിളിക്ക്. എന്തിനാ? ദേ എല്ലായിടത്തും കൂടെ പറഞ്ഞേക്കാം. ഞാൻ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. സ്വാമിയുടെ ലോഡ്ജിൽ നിന്നും വേഗം സ്ഥലം കാലിയാക്കുന്നതാണ് നല്ലത്. വെറുതെ എന്റെ കൈമലക്കെടുത്തിടും. സൗകര്യമില്ലെങ്കിൽ എന്താണ് ഗുരുക്കൾ ചെയ്യാൻ പോകുന്നത്? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ പഠിച്ചല്ലേ, അതുകൊണ്ടായി എന്റെ തച്ചോളി തറവാട്ടിനെ കുറിച്ച് വിവരമില്ലാത്തത്. ഉദയനന്റെ സിരകളിൽ ഒഴുകിയിരുന്ന അതേ രക്തമാണ് എന്റെ സിരകളിലും ഒഴുകുന്നത്. ഞങ്ങൾക്ക് അംഗം ജയിച്ച ചരിത്രമേ ഉള്ളൂ. വങ്ക പണ്ട് ആനപ്പുറത്തിരുന്നു വെച്ച് ഇപ്പൊ തപ്പി നോക്കിയാ തഴമ്പ് കാണില്ലടോ പുങ്ക. തന്റെ കളരിയും കയ്യാങ്കളിയും ഒക്കെ അങ്ങ് കൈ വെച്ചാ മതി. നാടൻ അടിയുടെ ചൂടറിഞ്ഞിട്ടില്ല അല്ലേ? അതിന്റെ കുഴപ്പമാ. ആ തച്ചോളി തറവാടിന് പേരുദോഷം ഉണ്ടാക്കാതെ മലബാറിലേക്ക് വലിയ നോക്കു ഗുരുക്കളെ. മലബാറിലേക്ക് പോണോ തിരുവിതാംകൂറിലേക്ക് പോണോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഏതായാലും നിന്നെയൊക്കെ ഒതുക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ.